കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിരുന്നു അഷ്ടാംഗ യോഗ 8 അംഗങ്ങളുള്ളതാണ് യോഗ. അതിൽ യമനിയമങ്ങള് നമ്മുടെ മനസ്സിൽ ഓർമ്മിക്കാൻ നമ്മുടെ യോഗയൊക്കെ ചെയ്യുന്നത് നമ്മുടെ കൂടുതൽ ഊർജവത്തായി ഇരിക്കാനാണ്. നമുക്കറിയാം ചില ദിവസങ്ങളിൽ നമ്മുടെ കാരണങ്ങളൊന്നും അറിയാതെ തന്നെ ഡള്ളായിട്ട് ചിലപ്പോൾ തോന്നാറുണ്ട്. ചില ദിവസം കാരണങ്ങൾ ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾ നല്ല എനർജൈസ്ഡ് ആയിട്ട് നമുക്ക് തോന്നാറുണ്ട്. ഈ എനർജൈസ്ഡ് ആയിട്ട് അല്ലെ ഊർജവത്തായിട്ട് തോന്നുന്ന ദിവസങ്ങളാണ് നമുക്ക് കാര്യക്ഷമമായി ഉപയോഗിക്കാൻ പറ്റുക. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ, പറയുന്ന കാര്യങ്ങളെ, ലക്ഷ്യത്തെ ഒക്കെ എത്തണമെങ്കിൽ ഈ പറഞ്ഞ ഊർജവത്തായ അവസ്ഥയിൽ മാത്രമേ പറ്റൂ. അപ്പൊ ആ ഊർജവത്തായ അവസ്ഥയിലേക്ക് എത്താനാണ് നമ്മുടെ യോഗയിലൂടെ യാത്ര ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒക്കെ ട്യൂൺ ചെയ്യാനാണ് യോഗ. അപ്പൊ ആരോ വിളിച്ചു ചോദിച്ചു, തടി കുറയാൻ യോഗ കൊണ്ട് പറ്റുമോ എന്നൊന്നും ഒരാൾ ചോദിച്ചു. വേറൊരാൾ ചോദിച്ചത് നമ്മൾ കഴിഞ്ഞ ആഴ്ച യമ നിയമങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പൊ ഈ യമ നിയമങ്ങൾ പാലിച്ചിട്ടില്ലെങ്കിൽ യോഗ ചെയ്താൽ വലിയ പ്രശ്നം ഉണ്ടാവുമോ എന്ന് ചോദിച്ചു ആരോ ഒരാൾ വിളിച്ചിട്ട്. രണ്ടും നല്ല ചോദ്യമാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, യോഗയുടെ ഓരോ രീതികളും ഒന്ന് കഴിഞ്ഞ് മറ്റൊന്ന് എന്നുള്ള രീതിയിലല്ല. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ നല്ല വഴിക്കുള്ള സൂചനകളാണ്, ഇൻഡിക്കേഷൻസ് ആണ് യോഗയിൽ പഠിക്കുന്നതെല്ലാം. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ സൂചനകള് അല്ലെങ്കിൽ ഈ നമ്മുടെ മുന്നിലുള്ള ഓരോരോ വഴികളെ എത്രമാത്രം നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ചേർക്കാൻ പറ്റുന്നുണ്ട്, പ്രയോഗിക്കാൻ പറ്റുന്നുണ്ട്. എല്ലാം പറ്റണമെന്നോ അല്ലെ ഒന്നും പറ്റില്ല അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. എത്രമാത്രം അതിൻ്റെ അടുത്ത് എത്താൻ പറ്റുന്നുണ്ട്, അതിൻ്റെ സൂചകങ്ങളാണ് ഈ പറഞ്ഞ യമനിയമങ്ങളും യോഗയുടെ എല്ലാ ഭാഗങ്ങളും. ഇപ്പൊ യമങ്ങൾ പാലിക്കുക എന്ന് പറയുന്നത് പാലിച്ചിട്ടില്ല എന്നതുകൊണ്ട് യോഗ ചെയ്തിട്ട് പ്രത്യേകിച്ചിട്ട് അങ്ങനെ ഒരു വലിയ ദൂഷ്യങ്ങളൊന്നും വരാനില്ല. യോഗയുടെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ചെയ്യുന്ന കാര്യങ്ങൾ. നമ്മൾ വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്, അല്ലാത്ത കുറെ കാര്യങ്ങളുണ്ട്. കുറെ ആഴത്തിലേക്ക് പോകുമ്പോൾ കുറെ കൂടി ഗൗരവതരമായ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. അവിടെയൊക്കെ ഒരുപാട് ചിട്ടകളും കാര്യങ്ങളൊക്കെ വേണം. ഇത് വേണ്ടെന്നല്ല പറഞ്ഞത്. പക്ഷേ ഇവിടെ സെഷനിൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സാധാരണഗതിയിലുള്ള ശരീരത്തെയും മനസ്സിനെയും ബ്രഷപ്പ് ചെയ്യാനാണ്. ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ യമനിയമങ്ങൾ പാലിക്കുന്നതിന് മുന്നേ ചെയ്തു പോയി എന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വരാനോ ഒന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ മുൻകൂട്ടി അത് പറഞ്ഞു തരും. ഇന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇന്ന പോലെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധയിലും നമ്മുടെ ലക്ഷ്യത്തിലും ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ടാണ് ഈ യമനിയമങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു അഹിംസ, സത്യാസ്തേയ, ബ്രഹ്മചര്യ, അപരിഗ്രഹ. അതിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അഹിംസ എന്ന് പറയുന്നത് നമ്മുടെ പ്രവർത്തനത്തിലും നമ്മുടെ ലക്ഷ്യത്തിലും മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന, വിഷമിപ്പിക്കുന്ന, മാനസികമായോ ശാരീരികമായോ ഒക്കെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കുക, ഒഴിവാക്കുക. നമ്മുടെ സന്തോഷത്തിലും സുഖത്തിലും നമ്മുടെ പ്രവർത്തനത്തിലും നമ്മുടെ ലക്ഷ്യത്തിലും കൂടുതൽ ഫോക്കസ്ഡ് ആകുക. സത്യം, സത്യമാർഗത്തിലൂടെ പോവുക. ഒരിക്കലും കളവ് പറയരുത് എന്നല്ല അതിന് ഉദ്ദേശം. ചിലപ്പോൾ ഡോക്ടർമാർ ചിലപ്പോൾ നമ്മുടെ അസുഖമൊക്കെ ആയിട്ട് അയാളുടെ അടുത്ത് പോയാൽ വളരെ സീരിയസ് ആയാലും കുഴപ്പമില്ല, ഇത് നമുക്ക് ശരിയാക്കാം എന്നൊക്കെ പറയും. അതുപോലെ ചിലപ്പോൾ നമ്മൾ ചില സമയത്ത് അപ്രിയമായ അല്ലെ പ്രിയമായ കാര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ ശരിയായ സത്യാവസ്ഥ പറയുന്നുണ്ടായിരിക്കാം. പക്ഷെ ആ ബോധം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കുക, ഈ പറഞ്ഞതല്ല ശരിയായത്, എൻ്റെ ഉള്ളിലുള്ള സത്യം എന്ന് പറയുന്ന ഇതാണ് എൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കുക. മറ്റുള്ളവരുടെ വസ്തുവകകൾ മോഷ്ടിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ടോ ചിന്തകൾ കൊണ്ടോ പോലും മോഷ്ടിക്കാതിരിക്കുക.
കാരണം ജീവജാലങ്ങളൊക്കെ വ്യത്യാസമാണ്, ഒരേപോലത്തെ ജീവജാലങ്ങളല്ല, ഓരോന്നിനും ഓരോ തരത്തിലുള്ള പ്രത്യേകതകളുണ്ട്. അയ്യോ ആ പ്രത്യേകതകൾ എനിക്കില്ല, ഇയാളുടെ പോലെ ശരീരം വേണം, അയാളുടെ പോലെ മനസ്സ് വേണം, മറ്റേയാളുടെ പോലെ പ്രവൃത്തി വേണം, ഇന്നയാളുടെ പോലെ സാമൂഹ്യ സ്ഥിതി വേണം. അങ്ങനെ നമ്മൾ മറ്റുള്ളവരുടെ ഉയർച്ചയോ അല്ലെ അവരുടെ സ്ഥാനങ്ങളെയോ മോഷ്ടിക്കേണ്ടതില്ല. നമ്മുടെ കാര്യങ്ങളിൽ നമ്മുടെ ഉള്ളിലുള്ള മനസ്സിനെയും ശരീരത്തെയും കൂടുതൽ കാര്യക്ഷമമായി ഉപയോഗിക്കാൻ അത് തടസ്സം വരും. ബ്രഹ്മചര്യം നമ്മുടെ കഴിവിനെ ഫോക്കസ്ഡായി നല്ല കാര്യത്തിലേക്ക് ഉപയോഗിക്കുക, ഏകാഗ്രമായ നേരായ മാർഗത്തിലേക്ക് നമ്മുടെ കഴിവിനെ ഉപയോഗിക്കുക. അപരിഗ്രഹം നമ്മുടെ ചുറ്റുമുള്ള, നമുക്ക് ഈ പഞ്ചഭൂതങ്ങളിലല്ലേ നമ്മുടെ വസ്തുവകകൾ കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന സന്തോഷത്തിനൊക്കെ എപ്പോഴും പരിമിതികളുണ്ട്. നമ്മൾ പലപ്പോഴും അത് മറന്നു പോവുകയാണ്. നമ്മുടെ ശരീരത്തിന് പുറത്തുള്ള ഒരു സാധനം അല്ലെങ്കിൽ ഒരു വസ്തുവെ കൊണ്ട് സന്തോഷിക്കുന്ന ആ ഒരു നിലക്കൊരു പരിമിതിയുണ്ട് എപ്പോഴും. അല്ലെങ്കിൽ അത്തരം സന്തോഷങ്ങളിൽ ചെറിയ സമയം കിട്ടുമ്പോൾ തന്നെ അതില്ലാതായി പോകും. അതല്ലാതെ നമ്മുടെ ഉള്ളിൽ തന്നെ സന്തോഷത്തെ നിറയ്ക്കാനും വളർത്തിയെടുക്കാനും പറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റൂ, ധൈര്യമായി മുന്നോട്ട് പോകാൻ പറ്റൂ. അപരിഗ്രഹം അതാണ്. നമ്മുടെ ചുറ്റുമുള്ള വസ്തുവകകൾ, സന്തോഷങ്ങൾ, സൗകര്യങ്ങൾ ഇതൊക്കെ വേണം. പക്ഷേ അതില്ലെങ്കിലും നമുക്ക് മുന്നോട്ട് പോകാനുള്ള കഴിവ് വേണം. ഇതൊക്കെ വേണം, ഇതൊക്കെ വേണ്ട എന്നൊന്നും പറയില്ല. പക്ഷെ ഇതൊക്കെ ഉള്ളപ്പോൾ തന്നെ അതില്ലെങ്കിലും നമുക്ക് മുന്നോട്ട് പോകാനുള്ള, അതിൽ നിന്നുള്ള മനസ്സ് അതിനെ അധികം ആശ്രയിക്കാതെ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ നടുവിൽ ജീവിച്ചുകൊണ്ട് തന്നെ അപരിഗ്രഹ നമ്മുടെ സത്വത്തെ, നമ്മളെ സ്വന്തം ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും ശ്രദ്ധിക്കുന്ന അവസ്ഥയിലേക്ക് വരണം. അതാണ് യമ എന്ന് പറയുന്നത്. അതേപോലെ നമ്മൾ ഓർമ്മിക്കേണ്ട മറ്റൊന്നാണ് യമ നിയമങ്ങൾ. നിയമങ്ങളെ കുറിച്ച് പറയുമ്പോഴും പ്രധാനമായി ശൗചം, സന്തോഷം, ശൗച എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ അനുവർത്തിക്കാനുള്ള ഓരോരോ ഘടകങ്ങളാണ്. ശൗച വൃത്തി, ശാരീരികമായും മാനസികമായും വൃത്തിയോടെ ഇരിക്കുക. ഭക്ഷണത്തിലും ഒക്കെ നമ്മൾ പറയുന്ന ചില നിബന്ധനകളൊക്കെ വേണമെന്ന് പറയുന്നത് ഈ വൃത്തിയുടെ ഭാഗമായിട്ടാണ്. എൻ്റെ ശരീരത്തെയും നമ്മളൊക്കെ കുറെ പേര് വിശ്വാസികളും അവിശ്വാസികളും ഒക്കെ ഉണ്ടാകും. വിശ്വാസികൾ പലപ്പോഴും പറയാം, എൻ്റെ ഉള്ളിലാണ് ദൈവം ഇരിക്കുന്നതെങ്കിൽ ആ ദൈവം ഇരിക്കുന്ന സ്ഥലം ചീത്തയാക്കാതിരിക്കുക, നല്ല ശുചിത്വത്തോടെ ശരീരത്തെയും മനസ്സിനെയും ഭക്ഷണത്തെയും ഒക്കെ ശ്രദ്ധിക്കുക. ശൗച, സന്തോഷം അറിയാം, നമുക്ക് എന്താണെന്ന് അറിയാം. ശൗച, സന്തോഷ. തപസ്, സ്വാധ്യായം. തപസ് ഏകാഗ്രത കൂടുതൽ നേടാനുള്ള, സ്വാധ്യായം സ്വയമായിട്ടുള്ള പഠനം, ഈശ്വര പ്രണിധാനം, ഇതൊക്കെ നിയമത്തിലും വരുന്നതാണ്, നിയമങ്ങളിൽ വരുന്നതാണ്. അപ്പൊ ഇതൊക്കെ കൂടുതൽ നമ്മളിവിടെ അധികം ടച്ച് ചെയ്യാത്തതെന്ന് വെച്ചാൽ നമ്മൾ അക്കാദമിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാൽ ഒക്കെ കൺഫ്യൂഷൻ ആകും. ഇപ്പൊ യോഗയിൽ താല്പര്യമുള്ളിടത്തോളം കാലം ഇതിന്റെ ഒരു ജീവിതമോ 2 ജീവിതമോ അല്ലെ 4 ജീവിതമോ കിട്ടിയാൽ പോലും പഠിച്ചാൽ തീരാത്ത അത്രയധികം ഘടകങ്ങളും അത്രയധികം കാര്യങ്ങളും ഇതിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ കുറച്ച് കാര്യങ്ങൾ എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിലേക്കും ജീവിതത്തിലേക്കും കയറ്റി വെക്കാൻ പറ്റിയാൽ, ആ കയറ്റി വെച്ച സാധനങ്ങൾ വിടാതെ പിന്തുടരാൻ പറ്റിയാൽ ഒരു സംശയം വേണ്ട, നമ്മുടെ ജീവിതത്തിന്റെ ഒരുപാട് വർദ്ധിക്കും. അപ്പൊ യോഗ ചെയ്യുമ്പോൾ പേടിക്കേണ്ട കാര്യമില്ല. പറയുമ്പോൾ അത്തരം സംശയങ്ങൾ തീർത്തുകൊണ്ട് കറക്റ്റ് ചെയ്തുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. പക്ഷേ ശ്രദ്ധയുണ്ടായിരിക്കുക, നമ്മുടെ ജീവിതത്തിന്റെ ക്വാളിറ്റിയെ കുറച്ചുകൂടി വർദ്ധിപ്പിക്കാനുള്ള ഒരു പ്രയത്നം ആയി യോഗയുടെ എല്ലാ ഭാഗങ്ങളും പഠിക്കുമ്പോൾ അതിനെടുക്കുക. പിന്നെ നമ്മൾ എപ്പോൾ ചെയ്തതൊന്നുകൂടി ചെയ്യാം. ഇതെല്ലാ ദിവസവും ആവർത്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ചെറിയ സംശയങ്ങൾ, ആ സംശയങ്ങൾ വെച്ച് നോക്കി മാറ്റി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ 12-13ഓളം യോഗകള് നമ്മൾ ഇതുവരെ പഠിച്ചതുണ്ട്. അപ്പൊ അതിനെ അതേ ഓർഡറിൽ, വീട്ടിൽ നിന്ന് ചെയ്യുന്ന അതേ ഓർഡറിൽ നമ്മൾ ഇന്നും ചെയ്യുന്നു. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ അതൊന്നുകൂടി പതിയാൻ വേണ്ടിയിട്ട്. പക്ഷെ ആദ്യം പഠിച്ചതൊക്കെ നമ്മൾ വേഗം മുന്നോട്ട് പോകും. എന്നിട്ട് അവസാനം പഠിച്ചതിന് കുറച്ച് കൂടുതൽ സമയം എടുക്കും. ആദ്യം ഞാൻ പറഞ്ഞു, എന്തെങ്കിലും യോഗ ചെയ്യുന്നതിന് മുന്നേ കുറച്ചൊരു വാമിങ് അപ്പ് നല്ലതാണ്. കുറച്ച് ശരീരത്തിന്റെ ജോയിന്റ്സ് ഒക്കെ ഒന്ന് ഇളക്കുന്നതും ഒരു വാമിങ് അപ്പ് എപ്പോഴും നല്ലതാണ്. നമുക്ക് യോഗ ചെയ്യാൻ കുറച്ച് കൂടുതൽ എളുപ്പമാകും, ശ്രദ്ധ കൂടുതൽ കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് എഴുന്നേറ്റ് നിൽക്കാം, എഴുന്നേറ്റ് നിന്ന്
സ്വല്പം നമ്മുടെ എല്ലാ ജോയിന്റ്സിലേക്കും ശ്രദ്ധ കൊണ്ടുവന്ന് അതൊക്കെ ആ ജോയിന്റ്സിനെയൊക്കെ ഇളക്കാം. ഇന്നും നമ്മുടെ കൂടെ ദേവികയുണ്ട്. ദേവിക ചെയ്യുന്നത് നോക്കുക. ഓരോരോ പേരുടെയും പരിമിതിക്കുള്ളിൽ നിന്ന് മാത്രം ചെയ്യുക. ഒരുപാട് ഓവർ എക്സേർട്ട് ചെയ്യരുത്. വാമിംഗ് അപ്പ് എന്ന് പറയുന്നത് ഇതാണ്, നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ജോയിന്റ്സിനെയും നമ്മൾ ഒന്ന് പ്രവർത്തിപ്പിക്കലാണ്. അപ്പൊ അതിന് ഏറ്റവും നല്ലത് ചിലവർക്ക് നടക്കലാണ്. അപ്പൊ നടന്നു തുടങ്ങാം പതുക്കെ. കൈകളൊക്കെ വീശി നടന്നു തുടങ്ങാം. ഷോൾഡർ ജോയിന്റ്സിനെ ഒക്കെ ശ്രദ്ധിക്കൂ. എന്നിട്ട് വേണം കൈ വീശാൻ. ഷോൾഡറിലെ ജോയിന്റ്സിനെ ഒക്കെ ശ്രദ്ധിക്കൂ നന്നായി. കൈവിരലുകളെ, കൈമുട്ടുകളെ, ഷോൾഡർ ജോയിന്റ്സിനെ ഒക്കെ ശ്രദ്ധിക്കൂ. ഗുഡ്. പതുക്കെ പതുക്കെ കാൽമുട്ട് കൂടുതൽ കൂടുതൽ ഉയർന്നു വരട്ടെ. കാൽമുട്ട് കൂടുതൽ കൂടുതൽ നെഞ്ചിലേക്ക് ഉയരട്ടെ. കൂടുതൽ കൂടുതൽ ഉയരട്ടെ. ആകാവുന്നത്ര ഉയർത്തി ചെയ്യും. നന്നായിട്ട്. യെസ്. ഇനി കാലിന്റെ ഉപ്പൂറ്റി കൊണ്ട് പൃഷ്ഠഭാഗത്തേക്ക് തൊടാം. പൃഷ്ഠഭാഗത്തേക്ക് തൊടാം. അത് കുറച്ചും കൂടി വേഗതയാകുമ്പോൾ എളുപ്പമാണ്. ഓടി ഓടി പോകുമ്പോൾ എളുപ്പമാണ്. കാലിന്റെ ഉപ്പൂറ്റി കൊണ്ട് ഓരോ പ്രാവശ്യവും പൃഷ്ഠഭാഗത്ത് ഓരോ തട്ട് കൊടുക്കുന്നു. ഷോൾഡറൊക്കെ അയച്ചു വിടും. കഴുത്തിലെ മസിലുകളിൽ ശ്രദ്ധിക്കുക, കഴുത്തിലെ ജോയിന്റ്സിനെ ശ്രദ്ധിക്കുക. എന്നിട്ട് പതുക്കെ നിങ്ങളുടെ കഴിവിനനുസരിച്ച്. അതേപോലെ കാലുകളെ രണ്ട് സൈഡിലേക്കും കൊണ്ടുപോകാം. ലെഫ്റ്റ് റൈറ്റ്, ലെഫ്റ്റ് റൈറ്റ്. ഗുഡ് 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 ഗുഡ്. അതൊക്കെ റിലാക്സ് ചെയ്ത് ചെയ്യണം. ഒരുപാട് സ്റ്റിഫ്നെസ്സോടെ ചെയ്യരുത്. കാലിന് മുന്നോട്ടും കൊണ്ടുപോവാം. മുന്നോട്ട് മുന്നോട്ട്. ഇനി ഓട്ടം ഒന്ന് ഫാസ്റ്റ് ആക്കാം. നിങ്ങൾക്ക് പറ്റുന്ന അത്രയും ഫാസ്റ്റ് ആക്കാം. പറ്റുന്ന അത്ര ഫാസ്റ്റ് ആക്കാം. നിങ്ങൾക്ക് നല്ല ഫുൾ സ്പീഡിൽ വരാം. നിങ്ങൾക്ക് എത്ര കഴിയുന്നുവോ അതിന്റെ സ്പീഡിലേക്ക് വരാം. ഫുൾ സ്പീഡായി കഴിഞ്ഞാൽ പതുക്കെ സ്പീഡ് കുറക്കുന്നു. പതുക്കെ സ്പീഡ് കുറക്കുന്നു. നിന്ന് വിശ്രമിക്കുന്നു. വിശ്രമിക്കുമ്പോൾ വയറിനെ സ്വല്പം ഒന്ന് അകത്തേക്ക് വലിച്ചു പിടിച്ചാൽ അധികം ഉണ്ടാകുന്ന കിതപ്പിനെ ഒഴിവാക്കാം. വലിയ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്നു. നല്ല ശ്രദ്ധയോടെ അകത്തേക്കും പുറത്തേക്കും പോകുന്ന ശ്വാസത്തെ എടുക്കുകയും വിടുകയും ചെയ്യുന്നു. വയറിനെ വേണമെങ്കിൽ സ്വല്പം ഒന്ന് വയറിൽ അകത്തേക്ക് വലിക്കാം. കണ്ണുകൾ തുറക്കാം. കൈകൾ രണ്ട് സൈഡിലേക്കും നട്ടെല്ലാം നന്നായി ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഓരോ നട്ടെല്ല് നന്നായി ട്വിസ്റ്റ് ചെയ്യട്ടെ. പുറകോട്ട് വലിഞ്ഞു നോക്കൂ. എത്ര പുറകോട്ട് വലിയാൻ പറ്റുന്നോ അത്രയും പുറകോട്ട്. ഇതും അധികം ഫാസ്റ്റിൽ ചെയ്യേണ്ടതില്ല. റിലാക്സ്ഡ് ആയിട്ട് ചെയ്താൽ മതി. പക്ഷെ നട്ടെല്ലിന്റെ ഓരോ ഭാഗവും ഇളകട്ടെ. നട്ടെല്ലിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇളകട്ടെ. പുറകോട്ട് ഷോൾഡറിന് മുകളിലൂടെ പുറകോട്ട് നോക്കുന്നു. നട്ടെല്ലിന് നല്ല വ്യായാമം കൊടുക്കും. ഓക്കെ. റിലാക്സ്. കാൽ മുട്ടുകുത്തിയിരിക്കാം. മാർജാരാസൻ. കാറ്റ് സ്ട്രെച്ച്. കാൽ മുട്ടുകുത്തിയിരിക്കുന്നു. മാർജാരാസൻ. കാൽമുട്ട് കുത്തി, കൈകൾ അതിന്റെ 1.5 അടി മുന്നിൽ കുത്തി, ഒരു ബെഞ്ച് പോലെയായി ശരീരം. കറക്റ്റ്. കണ്ണടച്ചു വെച്ചു. അല്ലെങ്കിൽ സ്ക്രീനിൽ നോക്കണമെന്ന് കണ്ണ് തുറന്നു വെച്ചാലും കുഴപ്പമില്ല. ശ്വാസത്തോടൊപ്പം തല പുറകോട്ട് വലിയുന്നു. നട്ടെല്ലകത്തേക്ക് വളയുന്നു. ശ്വാസം വിഴണം തോന്നുമ്പോൾ താടി നെഞ്ചിലേക്ക് വരുന്നു. നട്ടെല്ല് ഉയർന്നു വരുന്നു. നട്ടെല്ല് മുതുകൊക്കെ ഉയർന്നു വരുന്നു. എത്ര ഉയർന്നു വരാൻ പറ്റുമോ അത്രയും കൂടുതൽ ഉയർത്തു. വെരി ഗുഡ്. ശ്വാസം വിടണം തോന്നുമ്പോൾ, ശ്വാസം എടുക്കണം തോന്നുമ്പോൾ എടുത്തുകൊണ്ട് ഇതാ തല പുറകോട്ട് വന്നു. നട്ടെല്ലകത്തേക്ക് വളഞ്ഞു. ശ്വാസം വിട്ടുകൊണ്ട് വീണ്ടും താടി നെഞ്ചിലേക്ക് വന്നു. മുതുകിനെ ഉയർത്തിപ്പിടിക്കൂ. ഷോൾഡർ അപ്പ്. നന്നായിട്ട് നന്നായിട്ട്. നമ്മൾ പഠിച്ച ആദ്യത്തെ യോഗയാണിത്. 2 പ്രാവശ്യം കൂടി. ശ്വാസം എടുത്തുകൊണ്ട് തല പുറകോട്ട്, നട്ടെല്ലകത്തേക്ക്. വീണ്ടും താടി നെഞ്ചോട് തൊടുന്നു. ഷോൾഡറും നട്ടെല്ലും ഉയർന്നു വരട്ടെ, ഉയർന്നു വരട്ടെ. ഒരു പ്രാവശ്യം കൂടി. തല പുറകോട്ട് പോകുന്നു. നട്ടെല്ലകത്തേക്ക് വളയുന്നു. താടി നെഞ്ചോട് തൊടുന്നു. നട്ടെല്ല് ഉയർന്നു വരുന്നു.
ഇനി നോർമൽ പൊസിഷനിലേക്ക് വരുന്നു. ബെഞ്ച് പോലെ, ബെഞ്ച് ഇരിക്കരുത്, ബെഞ്ച് പോലെ തന്നെ. എന്നിട്ടൊന്ന് ഇരുവശത്തേക്കൊക്കെ ഒന്ന് ചാഞ്ചാടൂ. മുന്നോട്ട് പുറകോട്ട് ഒക്കെ ഒന്ന്, കുറച്ച് മുന്നോട്ട് പുറകോട്ട്. ഗുഡ് ഗുഡ് ഗുഡ്. കയ്യിലും കാലിലും ഒരേപോലെ വെയിറ്റ്. ഗുഡ്. രണ്ട് സൈഡിലേക്ക്, രണ്ട് സൈഡിലേക്ക്. നട്ടലിലൊന്ന് ഇരുവശത്തേക്കും വളച്ചേ, കോണോട് കോൺ. കറക്റ്റ് കറക്റ്റ് കറക്റ്റ്. നേരെ പുറകോട്ടിരിക്കാം. രണ്ടാമത്തെ യോഗ ശിശുവാസൻ. തല നിലത്തേക്ക് തൊട്ടിരിക്കുന്നു, കൈകൾ പുറകോട്ട് നീട്ടി മലർത്തി ശരീരത്തിന് ഇരുവശത്തും വെക്കുന്നു. ശരീരത്തിന്റെ ഭാരം മുഴുവൻ കാലിൽ. രണ്ടാമത്തെ യോഗ. ആദ്യത്തെ മാർജാരാസൻ, രണ്ടാമത്തെ ശിശുവാസൻ. അവിടെ വിശ്രമിക്കുന്നു. സാവകാശം. തല ഉയർത്തുന്നു, കാലുകൾ നീട്ടി മലർന്ന് കിടക്കുന്നു. മൂന്നാമത്തെ യോഗ മലർന്ന് കിടന്ന് മേരുദണ്ഡാസൻ. ഇരു കാലുകളും ഒപ്പം ഉയരുന്നു. കൈകൾ കാലിന്റെ ഭാഗത്തേക്ക് നീട്ടി നിലർത്താനുള്ളത്. കാലുകൾ കുത്തനെ വെക്കുന്നു, കുത്തനെ. ഗുഡ്. അവിടെ വെച്ച് ശ്വാസോച്ഛ്വാസം ചെയ്യൂ. 3 പ്രാവശ്യം ശ്വാസോച്ഛ്വാസം കുത്തനെ. വെരി ഗുഡ് വെരി ഗുഡ്. ഇനി പതുക്കെ കാലുകൾ ഒന്ന് വലതുവശത്തേക്ക് പോകട്ടെ. രണ്ട് കാലുകളും ഒരു 45 ഡിഗ്രിയിലേക്ക്. അവിടെ നിന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് 45 ഡിഗ്രിയിലേക്ക്. അങ്ങനെ ഒരു 3 പ്രാവശ്യം ചെയ്യൂ. കാല് സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കൂ. വെരി ഗുഡ്. വീണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ. വയറിലൊക്കെ ശ്രദ്ധിക്കൂ. വീണ്ടും. ഇത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നിലത്ത് തന്നെ എത്താൻ പറ്റണം. 45 ഡിഗ്രി വരെ ഇപ്പൊ എത്തുന്നുണ്ട്. റിലാക്സ്. വിശ്രമിക്കാം. ശരീരത്തിന്റെ മുകൾ ഭാഗത്തേക്ക് കൂടുതൽ രക്തപ്രവാഹം ലഭിക്കുന്നു. നട്ടലിന് കൂടുതൽ കരുത്തുണ്ടാക്കുന്നു. വയറിലെ മസിലുകളൊക്കെ കൂടുതൽ ശക്തിയുള്ളതാകുന്നു. ചാടിയ വയറിനൊക്കെ കുറക്കാൻ സഹായിക്കും. അടുത്ത് നമ്മൾ പഠിച്ചത് നൗകാസൻ. ഇരു കൈകളും തുടയുടെ മുകളിൽ കമിഴ്ത്തി വെച്ചു. നാലാമത്തെ യോഗ. ശ്വാസത്തോടൊപ്പം ഇരു കാലുകളും ഉയർന്നു, കാൽമുട്ട് വളയാതെ. നെഞ്ചും തലയും ഉയർന്നു. കൈകൾ തുടയുടെ മുകളിൽ നിന്ന് നീട്ടി മുന്നോട്ട് പിടിച്ചിരിക്കുന്നു. കറക്റ്റ്. ആ പോസ്റ്റിൽ അവിടെ നിൽക്കൂ. സ്ഥിരം സുഖം ആസനം. ആ പോസ്റ്റിൽ അവിടെ നിൽക്കൂ. എന്നിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്യും. അധികം കൈകളും കാലുകളും ഷെയ്ക്ക് ചെയ്യാതെ അവിടെ നിന്ന് ശ്വാസോച്ഛ്വാസം ചെയ്യും. റിലാക്സ്. ഇനി കൂടുതൽ ശ്വാസത്തിന് നിൽക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഒരു ശ്വാസത്തിന് ഉയരുക, എന്നിട്ട് പറ്റുന്നവരെ അവിടെ നിൽക്കുക. ശ്വാസം വിടണം തോന്നുമ്പോൾ പൂർവ്വസ്ഥിതിയിലേക്ക് വരും. അങ്ങനെ 3 പ്രാവശ്യമായിട്ട് ചെയ്യാം. അങ്ങനെയും ചെയ്യാം. ഒരേ ശ്വാസത്തിന് കൂടുതൽ നിൽക്കാൻ കഴിയാത്തവർക്ക് അങ്ങനെയും ചെയ്യാം. നാലാമത്തെ യോഗ നമ്മൾ ചെയ്തു, നൗകാസൻ. അഞ്ചാമത്തത് അർദ്ധപവന മുക്താസൻ. വലതുകാൽ ഉയർത്തുന്നു, മടക്കുന്നു. കൈകൾ കോർത്ത് കാൽമുട്ടിലൂടെ പിടിക്കുന്നു. ഇടതുകാൽ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുന്നു. ശ്വാസം എടുക്കുന്നു. ശ്വാസം വിടുമ്പോൾ കാൽമുട്ടിനെ നെഞ്ചിലേക്ക് ചേർത്ത് പ്രസ് ചെയ്തു. താടി കൊണ്ട് കാൽമുട്ടിൽ തൊട്ടു. നെറ്റി കൊണ്ടോ താടി കൊണ്ടോ. ആ പോസ്റ്റിൽ നിന്ന് ശ്വാസോച്ഛ്വാസം ചെയ്യൂ. നേരിയ ശ്വാസോച്ഛ്വാസം, ധൃതി വെക്കാതെ. ഇടതുകാൽ സ്ട്രെയിറ്റ് ആണ്. റിലാക്സ്. അടുത്ത വലിയ ശ്വാസത്തോടൊപ്പം ഇടതുകാൽ മടക്കുന്നു, പിടിക്കുന്നു. ശ്വാസം വിട്ടുകൊണ്ട് ഇടതുകാൽ മുട്ടിനെ നെഞ്ചിലേക്ക് പ്രസ് ചെയ്യുന്നു. തല ഉയർത്തുന്നു. നെറ്റി കൊണ്ട് അല്ലെങ്കിൽ താടി കൊണ്ട് കാൽമുട്ടിൽ തൊടുന്നു. വലതുകാൽ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കൂ. കറക്റ്റ് പൊസിഷൻ. അവിടുന്ന് ശ്വാസോച്ഛ്വാസം, ശ്വാസോച്ഛ്വാസം. ധൃതി വെക്കാതെ ശ്വാസോച്ഛ്വാസം, ധൃതി വെക്കാതെ. റിലാക്സ്. വിശ്രമിക്കാം. ഇരുകാലുകളും ഒപ്പം മടക്കുന്നു, പിടിക്കുന്നു. ശ്വാസം എടുത്തു. ശ്വാസം വിട്ടുകൊണ്ട് കാൽമുട്ട് നെഞ്ചിലേക്ക് പ്രസ് ചെയ്തു. നെറ്റി കൊണ്ട് കാൽമുട്ടിൽ തൊട്ടു. ഒരു ബോൾ പോലെയാണ് ഇപ്പോഴുള്ളത്.
നന്നായി നെഞ്ചിലേക്ക് വലിച്ചു ചേർക്കൂ കാൽമുട്ടിനെ. നേരിയ ശ്വാസോച്ഛ്വാസം, വിട്ടുകളയരുത്. ആകാവുന്നത്ര, കാൽമുട്ട് തൊടാൻ എത്തിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ആകാവുന്നത്ര വലിച്ചു പിടിക്കൂ. ഇനി ഒന്ന് മുന്നോട്ടും പുറകോട്ടും ചാഞ്ചാടാം. ഫോർവേഡ്, ബാക്ക്വേർഡ്, നട്ടലിന് ഇരുവശത്തുള്ള മസിലുകളിലേക്ക് ശ്രദ്ധിച്ച് മുന്നോട്ടും പുറകോട്ടും ചാഞ്ചാടാം. നട്ടലിന് ഇരുവശത്തുള്ള മസിലുകളിലേക്ക് ശ്രദ്ധ. ഇടതുവശത്തേക്കും വലതുവശത്തേക്കും ഒക്കെ ചാഞ്ചാടാം. റിലാക്സ്, റിലാക്സ്. ആറെണ്ണമായി നമ്മൾ പഠിക്കുന്നത്. അടുത്തത് മർക്കടാസൻ. കാലുകൾ രണ്ടും മടക്കുന്നു, മടക്കി വെക്കുന്നു കുത്തനെ. കൈകൾ കുരിശിന്റെ രൂപത്തിലേക്ക് വെക്കുന്നു, കുരിശിന്റെ രൂപത്തിൽ. ശ്വാസം എടുക്കുന്നു, ശ്വാസം വിടുമ്പോഴ് രണ്ട് കാൽമുട്ടുകളും ഇടതുവശത്തേക്ക് പോകുന്നു, വലത് ഭാഗത്തേക്ക് നോക്കുന്നു. രണ്ട് കാൽമുട്ടുകളും ഇടത് ഭാഗത്തേക്ക് പോയി, നോട്ടം വലതു ഭാഗത്തേക്ക്. നട്ടെല്ലിലാണ് ശ്രദ്ധ മുഴുവൻ. നട്ടെല്ലിനെ ശ്രദ്ധിക്കുന്നു, നട്ടെല്ലിനെ. 3 പ്രാവശ്യം അവിടുന്ന് ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു. പതുക്കെ കാൽമുട്ട് ഉയർത്തിക്കൊണ്ടുവരാം. വലതുവശത്തേക്ക് പോകുന്നു കാൽമുട്ട്, നോട്ടം ഇടതുവശത്തേക്ക്. അവിടുന്ന് ശ്വാസോച്ഛ്വാസം. റിലാക്സ്, വിശ്രമിക്കാം. മർക്കടാസൻ. ഒരു പ്രാവശ്യം കൂടി എന്ത് ചെയ്യുന്നു? കാലൊന്നുകൂടി മടക്കുന്നു. വേണമെങ്കിൽ കാൽപാദത്തെ നിലത്തുനിന്ന് ഉയർത്തുന്നു. അപ്പോൾ ഇത് ചെയ്യാൻ എളുപ്പമാണ്. കൈകൾ കുരിശിന്റെ രീതിയിലേക്ക് വെക്കുന്നു, കുരിശിന്റെ രൂപത്തിൽ. ഇടത് ഭാഗത്തേക്ക് പോകുന്നു, രണ്ട് കാൽമുട്ടുകളും, നോട്ടം വലത് ഭാഗത്തേക്ക്. അപ്പോൾ കുറച്ചുകൂടി എഫേർട്ട്ലെസ് ആയിട്ട് ചെയ്യുക. കാലിനെ ഉയർത്തി വെച്ചാൽ. വെരി ഗുഡ്. നോട്ടം വലത് വശത്തേക്ക്, നട്ടലിലേക്ക് ശ്രദ്ധ. കാൽമുട്ട് ഉയർന്നു വരുന്നു, നേരെ വലതുവശത്തേക്ക് പോകുന്നു, നോട്ടം ഇടതുവശത്തേക്ക്. നട്ടലിലുണ്ടാകുന്ന വലിവിനെ ശ്രദ്ധിക്കൂ. അരക്കെട്ടിലുണ്ടാകുന്ന അധിക കൊഴുപ്പിനെ നീക്കം ചെയ്യാൻ ഇത് സഹായിക്കും. നട്ടലിന് കൂടുതൽ ആരോഗ്യം നൽകും. വയറിലൊക്കെ ഉണ്ടാകുന്ന, അടിവയറിലും വയറിലൊക്കെ ഉണ്ടാകുന്ന അധിക കൊഴുപ്പിനെ നീക്കാൻ സഹായിക്കും. ആൻഡ് റിലാക്സ്, വിശ്രമിക്കാം. കാലുകൾ നീട്ടിവെക്കാം. പിന്നെ നമ്മൾ ചെയ്തത് നടരാജാസനാണ്. നടരാജാസൻ. വലത് കാൽ ഉയർത്തി, വലത് കാൽപാദം ഇടത് കാൽമുട്ടിൽ വെച്ചു. കൈകൾ കുരിശിന്റെ രൂപത്തിൽ. എന്നിട്ട് പതുക്കെ ഇടത് കൈ ഉയർത്തി കാൽമുട്ടിനെ ഇടതുവശത്തേക്ക് വലിച്ചു കൊണ്ടുവരുന്നു. നോട്ടം വലതുവശത്തേക്ക്. കാൽമുട്ടിനെ ഇടതുവശത്തേക്ക് വലിച്ചു കൊണ്ടുവരുന്നു. നോട്ടം അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക്. നട്ടലിലേക്ക് ശ്രദ്ധ. നട്ടലിലേക്ക് ശ്രദ്ധ. അവിടെ നിന്ന് 3 പ്രാവശ്യം ധൃതി വെക്കാതെ ശ്വസിക്കൂ. 3 പ്രാവശ്യം ധൃതി വെക്കാതെ. സാവകാശം പിടുത്തം വിടുന്നു. വലത് കാൽ ഉയർന്നു പോകട്ടെ, നിവർത്തി വെക്കട്ടെ. വെരി ഗുഡ്. കാൽ നിവർത്തി വെക്കാം. ഇടത് കാൽ മടക്കുന്നു. ഇടത് കാൽപാദം വലത് കാൽമുട്ടിന്റെ മുകളിൽ വെക്കുന്നു. കൈകൾ കുരിശിന്റെ രൂപത്തിൽ. പതുക്കെ വലത് കൈ ഉയരുന്നു. ഇടത് കാലിനെ വലത് ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നു. നോട്ടം ഇടത് ഭാഗത്തേക്ക്. നടരാജാസൻ. നട്ടലിലേക്ക് നല്ല ശ്രദ്ധ. നട്ടലിലേക്ക് നല്ല ശ്രദ്ധ. നട്ടലിനെ, വയറിനെ, അടിവയറിനെ ഒക്കെ ട്യൂൺ ചെയ്യാനാണ് നടരാജാസൻ. റിലാക്സ്, വിശ്രമിക്കാം. പിന്നെ നമ്മൾ എന്താ ചെയ്തേ? കമഴ്ന്നിട്ടില്ല. അവിടെ തന്നെ കിടക്കുന്നു. നമ്മള് ഒന്ന് അവിടെ മലർന്നു കിടന്ന് യോഗ ചെയ്യുമ്പോൾ വിശ്രമിക്കുന്നത് ശവാസനത്തിൽ കിടന്നിട്ടാണ്. കൈകളൊക്കെ തളർത്തിയിടൂ.
കാലുകൾ തുടകൾ തമ്മിൽ സ്പർശിക്കാത്ത രീതിയിൽ അകറ്റി വെക്കും. തുടകൾ തമ്മിൽ സ്പർശിക്കാത്ത രീതിയിൽ അകറ്റി വെക്കുന്നു. കണ്ണുകൾ അടച്ചു വെക്കുന്നു. ശരീരത്തിന്റെ ഭാരം മുഴുവൻ നിലത്തേക്ക്. ശരീരത്തിന്റെ ഓരോ ഭാഗത്തേക്കും ശ്രദ്ധ ഞാൻ കൊണ്ടുവരും. അപ്പോ മനസ്സിൽ ഒരു ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുക, അത് വിശ്രമിച്ചോട്ടെ എന്ന് വിചാരിക്കുക. അത്രേ വേണ്ടൂ. അങ്ങനെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു, വിശ്രമിക്കാൻ വിടുന്നു. അങ്ങനെയാണ് ശവാസനത്തിൽ കിടക്കുക. ശവാസനത്തിലാണ് ഇപ്പോഴുള്ളത്. വലത് കാൽപാദത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരൂ. വലത് കാൽപാദം വിശ്രമിക്കട്ടെ. വലത് കാൽ മുട്ട് ശ്രദ്ധിക്കാം. വലത് കാൽ മുട്ട് വിശ്രമിക്കുന്നു. വലത് കാൽ തുടയിലേക്ക് ശ്രദ്ധ. വലത് കാൽ തുട വിശ്രമിക്കുന്നു. വലത് കാൽ മുഴുവനായും വിശ്രമിക്കുന്നു. ഒരു വലിയ ശ്വാസം അകത്തേക്ക് എടുക്കാം. പുറത്തേക്ക് വിടുമ്പോൾ വലത് കാലിനെ വിശ്രമിക്കാൻ വിടൂ. ഇടത് കാൽപാദം ശ്രദ്ധിക്കാം. ഇടത് കാൽപാദം വിശ്രമിക്കട്ടെ. ഇടത് കാൽമുട്ട്, ഇടത് കാൽ തുട, ഇടത് കാൽ മുഴുവനായും വിശ്രമിക്കുന്നു. ഒരു വലിയ ശ്വാസം അകത്തേക്ക് എടുക്കുന്നു. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഇടത് കാലിനെ പരിപൂർണമായും വിശ്രമിക്കാൻ വിടുന്നു. അടിവയറിലേക്ക് ശ്രദ്ധ കൊണ്ടുവരുന്നു. വയറിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. നെഞ്ച് ശ്രദ്ധിക്കാം. നെഞ്ച് വിശ്രമിക്കട്ടെ. വയറ് വിശ്രമിക്കട്ടെ. ഒരു വലിയ ശ്വാസം എടുക്കുന്നു. അടിവയർ മുതൽ അടിവയർ, വയർ, നെഞ്ച് എല്ലാറ്റിനെയും വിശ്രമിക്കാൻ വിടൂ. വലത് കൈയിലേക്ക് ശ്രദ്ധ. വലത് കൈ വിശ്രമിക്കട്ടെ. ഇടത് കൈയിലേക്ക് ശ്രദ്ധ. ഇടത് കൈ വിശ്രമിക്കുന്നു. തൊണ്ടയിലേക്ക് ശ്രദ്ധ. തൊണ്ട വിശ്രമിക്കട്ടെ. മുഖം ശ്രദ്ധിക്കുന്നു. തലയിലേക്ക് ശ്രദ്ധ. തലയുടെ മുകൾ ഭാഗം ശ്രദ്ധിക്കുന്നു. ശ്വാസത്തിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് ഒരു വലിയ ശ്വാസം അകത്തേക്ക്. ശരീരത്തിന്റെ ഭാരം മുഴുവൻ നിലത്തേക്ക് കൊടുത്ത് ശരീരത്തെ മുഴുവൻ വിശ്രമിക്കാൻ വിടൂ. ശ്രദ്ധയോടെ ശ്വാസോച്ഛ്വാസം. ശ്വാസത്തിൽ മാത്രമാണ് ശ്രദ്ധ. അകത്തേക്കും പുറത്തേക്കും പോകുന്ന ശ്വാസത്തെ ശ്രദ്ധിച്ചുകൊണ്ട് കിടക്കൂ. ശ്രദ്ധയോടെ അകത്തേക്കും പുറത്തേക്കും പോകുന്ന ഓരോ തരി ശ്വാസത്തിലും ശ്രദ്ധിക്കും. ശരീരത്തിന്റെ ഭാരം മുഴുവൻ നിലത്ത്. ഒരു വലിയ ശ്വാസം അകത്തേക്ക് എടുക്കുന്നു.
പുറത്തേക്ക് വിട്ടുകൊണ്ട് പതുക്കെ വലതുവശത്തേക്ക് ചെരിഞ്ഞു കിടക്കുന്നു. കമിഴ്ന്ന് കിടക്കാം. താടി നിലത്ത് തൊട്ട് വെച്ചിരിക്കുന്നു. കാലുകൾ രണ്ടും നീട്ടി വെച്ചിരിക്കുന്നു. കൈകൾ കാലിന്റെ ഭാഗത്തേക്ക് നീട്ടി മലർത്തി ശരീരത്തിന് ഇരുവശത്തും വെച്ചിരിക്കുന്നു. ശരീരം സ്ട്രെയിറ്റ് ആണ്. ശ്വാസത്തോടൊപ്പം കൈകൾ രണ്ടും മുഷ്ടി ഉണ്ടാക്കി പതുക്കെ തുടയുടെ അടിയിൽ വെക്കും. കൈ മുഷ്ടി ഉണ്ടാക്കി തുടയുടെ അടിയിൽ വെക്കും. അപ്പൊ കാല് ഉയർത്താൻ എളുപ്പമായിരിക്കും. വലിയ ശ്വാസത്തോടൊപ്പം ഇരു കാലുകളും ഉയരട്ടെ. ഉയർന്ന് പുറകോട്ട് നീട്ടി വെക്കൂ. കാൽമുട്ടൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കൂ. കാൽമുട്ട് വളയാതെ. കാലുകൾ തുടയടക്കം ഉയരട്ടെ. സ്ട്രെയിറ്റ് പുറകോട്ട് നീട്ടി വെക്കൂ. ശ്വാസോച്ഛ്വാസം ശലഭാസനാണ് ചെയ്യുന്നത്. വീണ്ടും ദഹനേന്ദ്രിയത്തിന്റെ കാലിന്റെ ഒക്കെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്. റിലാക്സ്. ഒരു പ്രാവശ്യം കൂടി ചെയ്യാം. ശ്വാസത്തോടൊപ്പം ഉയരട്ടെ ഇരു കാലുകളും. പുറകോട്ട് നീട്ടി വെക്കൂ. തുടയൊക്കെ ഉയരട്ടെ നിലത്തുനിന്ന്. പുറകോട്ട് നീട്ടി വെക്കൂ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. റിലാക്സ്. ഒരു പ്രാവശ്യം കൂടി ചെയ്യും. അടുത്ത വലിയ ശ്വാസത്തോടൊപ്പം ഒരു പ്രാവശ്യം കൂടി ഉയരുന്നു. കാലിനെ പുറകോട്ട് നീട്ടി വെക്കുന്നു. തുടയടക്കം നിലത്തുനിന്ന് ഉയർന്നിരിക്കുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. റിലാക്സ്. കൈകൾ തുടയുടെ അടിയിൽ നിന്ന് എടുത്ത് നെഞ്ചിന്റെ ഇരുവശത്തും കൈ കുത്തി വെക്കുന്നു. ഭുജംഗാസനം ചെയ്യാൻ. നെഞ്ചിന്റെ ഇരുവശത്തും കൈ കുത്തി വെക്കുന്നു. ഭുജംഗാസനം ചെയ്യാൻ. കൈമുട്ട് ഉയരുന്ന രീതിയിൽ നെഞ്ചിന്റെ ഇരുവശത്തുമാണ്. ഭുജംഗാസനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞിരുന്നു, ഹെർണിയ പെയിൻ ഒക്കെ ഉള്ളവര് കൈയുടെ ശക്തി കൊണ്ട് ഉയരുകയും താഴുകയും ചെയ്താൽ മതി. നട്ടലിന്റെ ശക്തി അതിന് ഉപയോഗിക്കേണ്ട. ഇനി അധികം വേദനയുള്ളവർ ഭുജംഗാസനം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഭുജംഗാസൻ വയറിൽ കൂടുതൽ സമ്മർദ്ദം ഉണ്ടാക്കും, നട്ടലിന് കൂടുതൽ കരുത്തുണ്ടാക്കും. അതിനൊക്കെ വേണ്ടിയാണ് ഭുജംഗാസനം ചെയ്യുന്നത്. ശ്വാസത്തോടൊപ്പം കൈയുടെ ശക്തി കൊണ്ട് തല മുതൽ പൊക്കിൾ വരെയുള്ള ഭാഗം നിലത്ത് നിന്ന് ഉയരട്ടെ. തല മുതൽ പൊക്കിൾ വരെയുള്ള ഭാഗത്തെ ശരീരത്തെ നിലത്തുനിന്ന് ഉയർത്താം കൈയുടെ ശക്തി കൊണ്ട്. അപ്പർ ബോഡി, ശരീരത്തിന്റെ മുകൾ ഭാഗം ഉയർത്തി നട്ടലിനെ പുറകോട്ട് വളച്ചു പിടിക്കൂ. താടി ഉയർത്തി പിടിക്കൂ. കൈയുടെ ശക്തി കൊണ്ടാണ് അവിടെ നിന്നിട്ടുള്ളത്. കൈയുടെ ശക്തി കൊണ്ട് ധൃതി വെക്കാതെ ശ്വാസോച്ഛ്വാസം ചെയ്യൂ. കൈയുടെ ശക്തി കൊണ്ടായതുകൊണ്ട് നട്ടലിനെ നന്നായിട്ട് വളച്ചു പിടിക്കാൻ പറ്റും. ധൃതി വെക്കാതെ 3 പ്രാവശ്യം ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു. താഴോട്ട് വരണമെന്ന് തോന്നുമ്പോൾ കൈയുടെ ശക്തി കുറക്കുക. എന്നിട്ട് നട്ടലിന്റെ ശക്തി കൊണ്ട് പതുക്കെ 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 താഴോട്ട് വരിക. അടുത്തൊരു വലിയ ശ്വാസത്തോടൊപ്പം ഒന്നുകൂടി ഉയരാം. ഇത് കഴിഞ്ഞ ആഴ്ച പഠിച്ചാണ്, ഒന്നുകൂടി ശരിയാക്കാൻ. താടി മുതൽ പൊക്കിൾ വരെയുള്ള ഭാഗത്തെ മുകളിലേക്ക് ഉയർത്തി കൈയുടെ ബലം കൊണ്ട് ശരീരത്തെ ഉയർത്തി നട്ടലിനെ ആകാവുന്നത്ര പുറകോട്ട് വളച്ചു പിടിക്കുന്നു. താടി ഉയർത്തി പിടിക്കുന്നു. ശരീരത്തെ നന്നായി പുറകോട്ട് വളച്ചിട്ടാണുള്ളത്. പതുക്കെ കൈയുടെ ശക്തി കുറക്കുന്നു. നട്ടലിന്റെ ശക്തി കൊണ്ട് താഴോട്ട് വരുന്നു. പതുക്കെ പതുക്കെ താഴോട്ട് വരട്ടെ. പതുക്കെ പതുക്കെ താഴോട്ട് വരട്ടെ. ഒരു പ്രാവശ്യം കൂടി ചെയ്യാം. ശ്വാസത്തോടൊപ്പം തല മുതൽ പൊക്കിൾ വരെയുള്ള ഭാഗത്ത് ഉയർത്തുന്നു. കൈയുടെ ബലത്തിൽ ശരീരം ഉയർന്നു. ശരീരത്തെ ആകാവുന്നത്ര പുറകോട്ട് വളച്ചു പിടിച്ചിരിക്കുന്നു. അവിടുന്ന് ശ്വാസോച്ഛ്വാസം ചെയ്യാം. ശ്വാസോച്ഛ്വാസം ചെയ്യാം. കൈയുടെ ബലം കുറച്ച് നട്ടലിന്റെ ശക്തി കൊണ്ട് പതുക്കെ 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 താഴോട്ട് വരാം. മകരാസനത്തിൽ വിശ്രമിക്കാം. കമിഴ്ന്ന് കിടന്ന് യോഗ ചെയ്യുമ്പോഴും മകരാസനമാണ്. 2 കൈകളും നിലത്ത് പറ്റിച്ചേർത്ത് വെച്ചിരിക്കുന്നു. കൈപ്പത്തി, കൈമുട്ട് ഒക്കെ. വലത് കാൽമുട്ട് സ്വല്പം വളച്ച് മുകളിലേക്ക് വലിക്കുന്നു. വേണമെങ്കിൽ വലത് കാൽപാദം ഇടത് കാൽമുട്ടിൽ തൊടാം. വലത് കാൽപാദം ഇടത് കാൽമുട്ടിൽ തൊട്ടാൽ സാരില്ല. കുറച്ച് മുന്നോട്ട് വലിക്കുന്നു.
എന്നിട്ട് ഇടത് കവിൾ നിലത്തോട് ചേർത്ത് വെക്കുന്നു. നേരത്തെ നമ്മൾ ശവാസൻ പഠിച്ചു. ഇത് കമിഴ്ന്ന് കിടന്ന് യോഗ ചെയ്യുമ്പോഴുള്ള പൊസിഷനാണ് മകരാസൻ, വിശ്രമിക്കാനുള്ള പൊസിഷൻ. മകരം മുതലയാണ്. മുതലയെ പോലെ, മുതല വിശ്രമിക്കുന്നത് പോലെ ശരീരത്തിന്റെ ഭാരം മുഴുവൻ നിലത്തേക്ക് കൊടുക്കണം. ശരീരത്തിന്റെ മുഴുവൻ ഭാരവും നിലത്തേക്ക് കൊടുക്കണം. അവിടെ വിശ്രമിക്കുന്നു. ഓക്കെ, സാധാരണഗതിയിലേക്ക് വരാം. താടി നിലത്തോട് തൊട്ട് വെക്കാം, കാലുകൾ രണ്ടും ചേർത്ത് വെക്കാം. കേട്ടുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു വിപരീത ശലഭാസനാണ് ചെയ്യുന്നത്. കൈകൾ തലയുടെ മുകൾ ഭാഗത്തേക്ക് നീട്ടിവെക്കാം. കൈകൾ തലയുടെ മുകൾ ഭാഗത്തേക്ക് നീട്ടിവെക്കുന്നു. കാല് താഴോട്ട് തലയുടെ മുകൾ ഭാഗത്തേക്ക് നേരെ മുന്നോട്ട് നീട്ടിവെക്കുന്നു. താടി നിലത്തോട് തൊട്ട് വെച്ചിരിക്കുന്നു. എന്നിട്ട് നേരത്തെ നമ്മൾ ഭുജംഗാസൻ, ശലഭാസൻ ചെയ്തു. താഴെയും മേലെയും ഓരോ പ്രാവശ്യമായിട്ട് ഉയർത്തി. ഇപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ വയറ് മാത്രം നിലത്ത്, ഇരു കൈകളും ഉയരും, ഇരു കാലുകളും ഉയരും. കൈമുട്ടും വളയാൻ പാടില്ല, കാൽമുട്ടും വളയാൻ പാടില്ല. ആകാവുന്നത്ര ഉയർത്തിയാൽ മതി കൈകളും കാലുകളും. അപ്പൊ ചെയ്യാം. ശ്വാസത്തോടൊപ്പം ഇരു കാലും ഉയർത്തു, കൈകളും സ്വല്പം നിലത്തുനിന്ന് ഉയരട്ടെ, വയറ് മാത്രം നിലത്ത്. കാലുകൾ സ്വല്പം കൂടി ഉയരാം, കാലുകൾ മുഴുവൻ, തുടയൊക്കെ ഉയരട്ടെ. കാലുകൾ സ്ട്രെയിറ്റ്, ഒരു വടി പോലെ ഉയർത്തണം, നിവർത്തി വെച്ചിട്ട്. കാല് മടക്കിയിട്ടല്ല, വടി പോലെ. കൈകളും അതേപോലെ തന്നെ. വിശ്രമിക്കാം. അടുത്ത വലിയ ശ്വാസത്തോടൊപ്പം വീണ്ടും ഉയരട്ടെ, ഇരു കൈകളും ഉയരട്ടെ, മുന്നോട്ട് നീട്ടി, ഇരു കാലുകളും പുറകോട്ട് നീട്ടി. വെരി ഗുഡ്. കാലുകൾ പുറകോട്ട് നീട്ടി വെക്കുക, തുടയടക്കം ഉയരണം, കൈകൾ മുന്നോട്ട് നീട്ടി പിടിക്കണം. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. റിലാക്സ്. ഒരു പ്രാവശ്യം കൂടി ചെയ്യാം. വലിയ ശ്വാസത്തോടൊപ്പം ഇരു കൈകളും മുന്നോട്ട് നീട്ടി ഉയർത്തുന്നു, ഇരു കാലുകളും ഉയർത്തുന്നു. നന്നായി കാലുകൾ പുറകോട്ടും കൈകൾ മുന്നോട്ടും വലിച്ചു പിടിക്കൂ. വയറിന്റെ മേലെ മാത്രം നിൽക്കണം. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. സ്ട്രെച്ച് ചെയ്ത് നിൽക്കൂ, വലിഞ്ഞു നിൽക്കൂ. ആൻഡ് റിലാക്സ്. വിശ്രമിക്കാം. മകരാസനത്തിൽ, മകരാസനത്തിൽ വിശ്രമിക്കാം. ഇടത് കവിൾ നിലത്തോട് ചേർത്ത്, വലത് കാൽപാദം ഇടത് കാൽമുട്ടിൽ തൊടാം. കാൽമുട്ട് കുറച്ച് മുകളിലേക്ക് വലിച്ചു പിടിക്കുന്നു, കൈകളൊക്കെ നിലത്ത് ചേർത്ത് വിശ്രമിക്കുന്നു. ഇപ്പൊ നമ്മൾ ചെയ്തത് സൂപ്പർമാൻ പോസ്ചറാണ്, വിപരീത ശലഭാസൻ. വിപരീത ശലഭാസൻ ചെയ്യുമ്പോൾ വയറിലാണ് കൂടുതൽ സമ്മർദ്ദം ലഭിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, വയറിൽ കൂടുതൽ സമ്മർദ്ദം കിട്ടുന്ന യോഗകള് സ്ഥിരമായി ഹെർണിയ പെയിൻ ഉള്ളവര് ശ്രദ്ധിച്ച് ചെയ്യണം. അല്ലെങ്കിൽ അധികം സ്ട്രെയിൻ ചെയ്ത് ചെയ്യരുത്. നല്ല പെയിൻ ഉള്ളവരാണെങ്കിൽ അത് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. എന്നിട്ട് വയറിൽ കിട്ടുന്ന കൂടുതൽ സമ്മർദ്ദം ദഹനേന്ദ്രിയത്തെ കൂടുതൽ കാര്യക്ഷമമാക്കുന്നു. മാത്രമല്ല, നമ്മുടെ ശരീരത്തിലുള്ള അധിക കൊഴുപ്പിനെ നീക്കാൻ വിപരീത ശലഭാസൻ സഹായിക്കുന്നു. നട്ടെല്ല് കൂടുതൽ കരുത്തുള്ളതാകുന്നു. കാലിലെയും വയറിലെയും കയ്യിലെയും ഒക്കെ അധിക കൊഴുപ്പിനെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. ശരീരത്തിന് കൂടുതൽ ഫ്ലെക്സിബിലിറ്റി ലഭിക്കുന്നു വിപരീത ശലഭാസൻ ചെയ്യുമ്പോൾ. അതേപോലെ ഒരു യോഗ കൂടി നമ്മൾ ഇന്ന് പഠിക്കുന്നുണ്ട്, അതാണ് ധനുരാസൻ. ധനുരാസൻ, ധനുസ് പോലെ, വില്ല് പോലെ ശരീരത്തെ മാറ്റുന്നത്. അത് എല്ലാവർക്കും ഒരേപോലെ ചെയ്യാൻ പറ്റണമെന്നില്ല. ആദ്യം അറിഞ്ഞു വെക്കുക, എന്നിട്ട് ഓവർ സ്ട്രെയിൻ ചെയ്യാതെ പതുക്കെ ചെയ്യാൻ നോക്കുക. ചെയ്യുന്നത് കമിഴ്ന്ന് കിടന്നിട്ട് തന്നെയാണ്. ഞാൻ പറയുന്നത് കേട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. കമിഴ്ന്ന് കിടക്കുന്നു, സാധാരണ പോലെ കമിഴ്ന്ന് കിടക്കുന്നു. പതുക്കെ രണ്ട് കാലും മടക്കുന്നു, എന്നിട്ട് കൈകൾ കൊണ്ട് കാൽപാദത്തെ പിടിക്കാൻ പറ്റുമോ നോക്കിയേ. കാലിന്റെ കണങ്കാലിലോ കാൽപാദത്തിലോ പിടിക്കാൻ പറ്റുമോ നോക്കിയേ. താടി നിലത്ത് തൊട്ട് വെക്കൂ. ഇത്രയും എല്ലാവർക്കും പറ്റുന്നുണ്ട്. ഇനി അധികം വിഷമിക്കാനൊന്നുമില്ല. ശ്വാസം എടുക്കുന്നതോടൊപ്പം തലയും നെഞ്ചും ഉയരുന്നു. പതുക്കെ
പതുക്കെ തലയും നെഞ്ചും ഉയരട്ടെ. തലയെയും നെഞ്ചിനെയും ഉയർത്തു. കൈയിലേക്ക് ശ്രദ്ധ കൊണ്ടുവന്നിട്ട് കൈ കൊണ്ട് കാലിനെ ഒന്ന് ആകാശത്തേക്ക് ഉയർത്താൻ പറ്റുമോ നോക്കൂ. കൈയുടെ ശക്തി കൊണ്ട് കാലിനെ ആകാശത്തേക്ക് ഉയർത്താൻ പറ്റുമോ നോക്കൂ. തുടയിലൊന്നും ശക്തി പിടിക്കരുത്. റിലാക്സ്, വിശ്രമിക്കാം. അടുത്ത ശ്വാസത്തോടൊപ്പം വീണ്ടും നമുക്ക് നോക്കാം. ശ്വാസം എടുക്കുന്നതോടൊപ്പം തല ഉയരുന്നു, നെഞ്ചു ഉയരുന്നു. ആദ്യം ചെയ്യുന്നവർ ഓവർ സ്ട്രെയിൻ ചെയ്യരുത്. ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ശ്വാസത്തോടൊപ്പം തലയും നെഞ്ചും ഉയരും. അതോടൊപ്പം കാലിനെ ഒന്ന് ആകാശത്തേക്ക് പിടിച്ചുയർത്താൻ പറ്റും നോക്കുക. കാലിനെ ആകാശത്തേക്ക് പിടിച്ചുയർത്താൻ നോക്കണമെങ്കിൽ തുട ശക്തിയില്ലാതെ വെക്കണം. എന്നിട്ട് കൈ കൊണ്ട് താടിയെ ഉയർത്തി പിടിക്കാൻ പറ്റുമോ നോക്കൂ. താടി ഉയർത്തി. വെരി ഗുഡ്. പതുക്കെ വിശ്രമത്തിലേക്ക് വരൂ. മൂന്നാമത്തെ പ്രാവശ്യം കുറച്ചുകൂടി ഗുണപരമായിട്ട് അടിപൊളിയായിട്ട് ചെയ്യാം. ഒന്നുകൂടി കാലുകൾ മടക്കുന്നു, കൈകൾ കൊണ്ട് കാൽപാദത്തെ പിടിക്കുന്നു. ശ്വാസത്തോടൊപ്പം നെഞ്ചും തലയും ഉയരുന്നു. കാലിനെ ആകാശത്തേക്ക് വലിച്ചുയർത്താൻ നോക്കൂ. റിലാക്സ്, വിശ്രമിക്കാം. ധനുരാസൻ, ധനുസ് പോലെ, വില്ല് പോലെ. മകരാസനത്തിൽ വിശ്രമിക്കാം. നന്നായി വിശ്രമിക്കട്ടെ ശരീരം. ശ്രദ്ധ ശ്വാസത്തിൽ. പതുക്കെ എഴുന്നേറ്റിരിക്കാം. സാവകാശം എഴുന്നേറ്റിരിക്കാം. സുഖപ്രദമായിരിക്കൂ. കണ്ണുകൾ അടച്ചു വെക്കും. സുഖപ്രദമായി, നിങ്ങൾക്ക് എങ്ങനെയാണോ സുഖപ്രദമായി വേണമെങ്കിൽ ചാരിയിരിക്കാം, കസേരയിലിരിക്കാം, പദ്മാസനത്തിലിരിക്കാം, അർദ്ധപദ്മാസനത്തിലിരിക്കാം. സുഖകരമായിട്ടിരിക്കും, കംഫർട്ടബിൾ ആയിട്ട്. ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ ഇരിക്കും. കൈപ്പത്തി തുടിയുടെ മുകളിൽ മലർത്തി വെക്കൂ. നട്ടെല്ല് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കൂ. കണ്ണുകൾ അടച്ചു വെക്കാം. ഷോൾഡർ ഒക്കെ റിലാക്സ് ചെയ്ത് വെക്കാം. ശ്വാസത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരൂ. നല്ല ശ്രദ്ധയോടെ ഒരു വലിയ ശ്വാസം അകത്തേക്ക് എടുക്കൂ. നല്ല ശ്രദ്ധയോടെ അകത്തേക്ക് പോകുന്ന ശ്വാസത്തിൽ നല്ല ശ്രദ്ധ. പുറത്തേക്ക് വിടുമ്പോഴും ശ്വാസത്തിൽ തന്നെ ശ്രദ്ധ. ശരീരത്തെ ഒട്ടും ചലിപ്പിക്കാതെ, അനക്കാതെ വെക്കൂ. ശ്രദ്ധയോടെ ശ്വാസോച്ഛ്വാസം, നല്ല ശ്രദ്ധയോടെ. ശരീരം ഒട്ടും ചലിക്കുന്നേയില്ല. എത്ര വലിയ ശ്വാസം അകത്തേക്ക് എടുക്കാൻ പറ്റുമോ അത്രയും വലിയ ശ്വാസം അകത്തേക്ക് എടുക്കുക. ശ്വാസകോശം നിറച്ചു വെക്കുക. എത്ര പതുക്കെ പറ്റുമോ അത്രയും പതുക്കെ പുറത്തേക്ക് വിടുക. അകത്തേക്ക് എടുക്കുന്നതും പതുക്കെയാണ്. പതുക്കെ എടുത്ത് നിറച്ചു വെക്കുന്നു. പുറത്തേക്ക് വിടുന്നതും വളരെ പതുക്കെയാണ്. എത്ര സ്ലോ ആയിട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും സ്ലോ ആയിട്ട്. ശരീരം അനങ്ങുന്നില്ല, ശ്വാസം മാത്രം. പതുക്കെ ശ്വാസത്തെ ആസ്വദിച്ചെടുത്ത് ശ്വാസകോശത്തെ നിറച്ചു വെക്കുന്നു. അത്രയും പതുക്കെ ശ്രദ്ധയോടെ പുറത്തേക്ക് വിടുന്നു. മൂക്കിലൂടെ തന്നെ തുടരൂ. ശ്രദ്ധയോടെ അകത്തേക്ക്, വളരെ ശ്രദ്ധയോടെ പുറത്തേക്ക്.
ശ്രദ്ധയോടെ അകത്തേക്ക്, അത്ര തന്നെ ശ്രദ്ധയോടെ പുറത്തേക്ക്. വളരെ ശ്രദ്ധയോടെ അകത്തേക്ക്, ശ്രദ്ധയോടെ തന്നെ പുറത്തേക്ക്. ലോങ് ഡീപ്പ് ബ്രത്ത്. ശരീരം അനങ്ങുന്നേയില്ല, ശ്വാസത്തിലാണ് ശ്രദ്ധ മുഴുവൻ. മുഴുവൻ ശ്രദ്ധയും ശ്വാസത്തിൽ. അകത്തേക്കും പുറത്തേക്കും പോകുന്ന ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധ. വലിയ ശ്വാസം അകത്തേക്ക്, അത്ര തന്നെ ശ്രദ്ധയോടെ പുറത്തേക്ക്. Deep breath in, breathe out. ശരീരം നിശ്ചലമായി നിൽക്കുകയാണ്. ശ്വാസം അകത്തേക്കും പുറത്തേക്കും പോയിക്കൊണ്ടേയിരിക്കും. വലിയ ശ്വാസം വീണ്ടും അകത്തേക്ക്, ശ്രദ്ധയോടെ പുറത്തേക്ക്. വീണ്ടും ഒരു വലിയ ശ്വാസം. ശ്രദ്ധയോടെ പുറത്തേക്ക് വിടുന്നു. പതുക്കെ കണ്ണുകൾ തുറക്കാം. നമ്മള് ആദ്യം നിന്നുകൊണ്ട് തുടങ്ങി, ഇരുന്ന് ചെയ്തു, പിന്നെ മലർന്നു കിടന്നുകൊണ്ട് യോഗ ചെയ്തു, പിന്നെ കമിഴ്ന്ന് കിടന്നുകൊണ്ട് യോഗ ചെയ്തു. ഇനി നമ്മൾക്ക് കുറച്ച് യോഗ ഇരുന്നും നിന്നും ചെയ്യാനുള്ളതാണ്, കുറച്ച് പഠിക്കാനുള്ളത്. അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാം. ഏകദേശം 15ഓളം യോഗകൾ നമ്മളിപ്പോ പഠിച്ചു. ഇപ്പൊ ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ടത്, വീട്ടിലിരുന്ന് ചെയ്യുന്ന സ്ഥലത്ത് പൊടിപടലങ്ങളൊന്നുമല്ല എന്ന് ഉറപ്പുവരുത്തണം. ഭക്ഷണം കഴിഞ്ഞ ഉടനെ ചെയ്യരുത്, ഭക്ഷണത്തിന് മുന്നേ ചെയ്യണം. അത് എപ്പോഴായാലും കുഴപ്പമില്ല. ചിലവർ ചോദിച്ചു രാവിലെ ചെയ്യാവോ? ചെയ്യാം. ചിലവർക്ക് വീട്ടിലൊക്കെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവും, അത് കഴിഞ്ഞാലേ സമയം കിട്ടും. ഓക്കെ, അങ്ങനെ രാവിലത്തെ കാര്യങ്ങൾ ചെയ്തിട്ടേ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അതിന് മുന്നേ ചെറിയ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചേക്കണം. ഒട്ടും രാവിലെ ഭക്ഷണം കഴിക്കാതെ ഒരുപാട് നീട്ടി 11 മണി വരെ ഒന്നും കൊണ്ടുപോകരുത്. ചെറിയ എന്തെങ്കിലും ലഘുഭക്ഷണം കഴിക്കുക, ജ്യൂസോ മറ്റോ കഴിക്കുക, എന്നിട്ട് കാര്യമായ ഭക്ഷണം ഇത് ചെയ്തതിന് ശേഷം ചെയ്യാം. വൈകുന്നേരങ്ങളും ചെയ്യാം, ഉച്ചയ്ക്ക് ശേഷം ചെയ്യാം, വൈകുന്നേരം ചെയ്യാം, കുഴപ്പമില്ല. ഒരുപാട് ചൂടുള്ള സമയത്ത് ഓപ്പൺ സ്പേസിലൊന്നും പോയി ചെയ്യരുത്. പൊടിപടലങ്ങൾ ചുറ്റും ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം. വീട്ടിലൊക്കെ അടുത്ത് വാഹനങ്ങളൊക്കെ പോകുന്ന ഒരു സ്ഥലമൊക്കെ ആണെങ്കിൽ നന്നായി പൊടിപടലം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ പൊടിപടലങ്ങൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തണം എപ്പോഴും. കിടക്കയിലൊന്നും ഇരുന്ന് ചെയ്യരുത്, കാരണം കിടക്കയിലൊക്കെ ധാരാളം പൊടി അക്യുമുലേറ്റ് ചെയ്യാൻ സാധ്യതയുള്ളൊരു സ്ഥലമാണ്. തലയണ, കിടക്ക, പിന്നെ ബെഡ്ഷീറ്റ് തുടങ്ങിയ സ്ഥലം.
പിന്നെ ഇപ്പോഴുള്ള പ്രത്യേക പരിതസ്ഥിതികൾ, അസുഖത്തിന്റെ പേടിയൊക്കെ കൊണ്ട് നമുക്ക് ഒരുപാട് നല്ല നല്ല ആരോഗ്യശീലങ്ങൾ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യത്തെ ദിവസം പറഞ്ഞ അത്തരം കാര്യങ്ങളൊക്കെ നന്നായി പാലിക്കുന്നുണ്ടാവണം. നമ്മൾ പാലിക്കുന്നുണ്ടെന്ന് മാത്രമല്ല, നമ്മുടെ ഫാമിലിയിലും അതൊരു ശീലമാക്കുക. രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ ശീലമാക്കുക, എളുപ്പം ദഹിക്കുന്ന ഭക്ഷണങ്ങൾ ശീലമാക്കുക. അതോടൊപ്പം നമുക്ക് കഴിക്കാൻ പറ്റുന്ന നമ്മുടെ സ്പൈസസ്, വീട്ടിൽ അവൈലബിൾ ആയ കുറേ സാധനങ്ങളുണ്ട്. ഇഞ്ചി ഉപയോഗിക്കുക, ചുക്ക് ഉപയോഗിക്കുക, കുരുമുളക് ഉപയോഗിക്കുക, ചെറുനാരങ്ങ നന്നായി ഉപയോഗിക്കുക. ഇതിൻ്റെയൊക്കെ ഉപയോഗം നന്നായിട്ട്, പണ്ടൊക്കെ ആഴ്ചക്ക് ഒരു ദിവസമൊക്കെയാണ് ഉപയോഗിച്ചതെങ്കിൽ എല്ലാ ദിവസവും നിർബന്ധമായി ഒരു ചെറുനാരങ്ങ 2 ചെറുനാരങ്ങയെങ്കിലും ഓരോരാൾ ഉപയോഗിക്കുക. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനാണ്. ഇപ്പൊ എല്ലാവർക്കും കൂടി കോമൺ ആയിട്ട് ലൈമൊക്കെ ആക്കി കൊടുക്കുക. വീട്ടിൽ നിന്ന് സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവരുണ്ട് ചെയ്യുക, അല്ലെങ്കിൽ അച്ഛനും അമ്മയും മക്കൾ ആർക്കായാലും ചെയ്യാം. പറ്റുമെങ്കിൽ ഇളം ചൂടുള്ള വെള്ളത്തിലായാലും കുഴപ്പമില്ല, തിളപ്പിച്ചാറിയ വെള്ളത്തിലായാലും കുഴപ്പമില്ല. കാരണം അത്രയെങ്കിലും ഒരു സാധ്യത ഒഴിവാക്കാലോ. അത്യാവശ്യമൊക്കെ വെളുത്തുള്ളി ഉപയോഗിക്കുന്നത് നല്ലതാണ് രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാൻ. ഒരുപാട് ഈ പറഞ്ഞ കാര്യങ്ങൾ എന്നാൽ ഇത് മുഴുവൻ 4 നേരവും ചെറുനാരങ്ങ കഴിച്ചേക്ക് അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. പിന്നെ കുറച്ച് കുറച്ചായിട്ട് ചേർക്കുക. ഇഞ്ചി നല്ലതാണ്, കുരുമുളക് നല്ലതാണ്, ചുക്ക് നല്ലതാണ്. അതുപോലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യാം. ഈ കാര്യം